ഹലോ ഗൈസ്, ജിങ്ക വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ പരിപാടി നമുക്ക് കൂർക്ക വയറലാണ്. കക്ക കക്ക അവിടെ ഇംഗ്ലീഷിൽ എന്താ പറയാ? ക്ലെയിംസ്. ഇവര് രണ്ടാളും ഇന്നലെ വാരാൻ പോയിന്. അപ്പൊ ഇവരെ പറഞ്ഞതാണ് ഇങ്ങനെ സാധനം ഉണ്ട്. അപ്പൊ ഞാൻ ഇങ്ങനെ നോക്കാൻ വന്നത് ഉണ്ടോ ഇല്ലയോ എന്ന് അറിയില്ല. നോക്കാം. ഇതിങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നു. പരുതുന്നുണ്ട്. സാധനം കിട്ടി, ഒന്ന് കിട്ടി. ഹൈഡായിട്ട് സാധനം നിക്ക. ഇതാ സാധനം വലിയ സാധനം തന്നെയാണ്. ഇങ്ങനെ വലിക്കുമ്പോ സൗണ്ട് വെക്കും. ഒന്ന് കൂടി ഒന്ന് കിട്ടിയ അവിടെ തന്നെ ഉണ്ടാവും. ഒന്ന് കിട്ടിയ ആ പരിസരത്ത് തന്നെ ഉണ്ടാവും. കുറച്ച് ചേർക്കാം. തോണി എത്തിയില്ല. ഇതാ നമ്മ ഇങ്ങനെ ഫസ്റ്റ് ഇതെങ്ങനെ മനസ്സിലാക്കണ്ട അറിയോ? വേരില്ലേ, കണ്ടല്ലേ, അതിൻ്റെ ഇടയ്ക്ക് ഈ സാധനം ചത്തത് മേലിലുണ്ടാവും. ചത്ത ശല്യല്ലേ, ഇതിങ്ങനെ മേലിലുണ്ടാവും. പാടം എന്താക്കുക, ജസ്റ്റ് എന്താക്കാൻ ഇങ്ങനെ എന്തെങ്കിലും ഒരു സാധനം എടുത്തിട്ട് ഇങ്ങനെ വലിക്കാം. ഇങ്ങനെ വലിക്കുക സൗണ്ട് ഉണ്ടാവും. ഇല്ല, സൗണ്ട് കിട്ടുമ്പോൾ കാണിക്കാം. ഈ സൗണ്ട് ഉണ്ടോ? ഇങ്ങനെ വലിക്കുമ്പോൾ ഇപ്പം എന്താ കാടുണ്ടാക്കാം. പ്രസ് ചെയ്തെടുക്കാം. സാധനം മുഹമ്മദ് എന്തുണ്ട്? രണ്ടാളെടുക്കുന്നുണ്ടേ, ഒരാൾ വീഡിയോ എടുക്കുന്നത്, രണ്ടാൾ തപ്പുണ്ട്. ചിലതിങ്ങനെ പൊന്തിയിട്ടും കാണും വേരിൻ്റെ അടുക്ക്. ഇതൊന്ന് കാണുന്നു, അവിടെ കാണുന്ന. അവിടേക്ക് പോണെങ്കിൽ ഇതെല്ലാം പൊട്ടിക്കണം. ഇത് മുകളിൽ തന്നെ ഇങ്ങനെ ജീവുള്ള നോക്കാൻ വേണ്ടി ഇങ്ങനെ മുട്ട. അപ്പൊ ഇതിങ്ങനെ വെള്ളം ഇതാക്കുന്നുണ്ട്. അപ്പൊ അതിന് ജീവനുള്ളോ? ആടെ ഇപ്പൊ ഒന്ന് കിട്ടി. അപ്പൊ എന്താ കാടെന്താക്കി ഇങ്ങനെ വെറുതെ വലിച്ചു നോക്കാം. പക്ഷെ ഇവിടെ നിക്കുന്ന അത്ര സേഫ്റ്റി ഒന്നുമല്ല. കാലിന് നല്ല പൂണ്ട് പോകുന്നുണ്ട്. കാല് പൂണ്ട് പോകുന്നു. പിന്നെ ഈ സാധനം കണ്ടാ മോനെ പണിയായി. ഒന്നുമില്ല, ഈ സാധനം ചവിട്ടിയാല് കാലിനങ്ങോട്ട് അറച്ചങ്ങ് കേറും. ഈ സൈഡ് ചവിട്ടിയാല് പൊളക്കും ചെയ്യും കാല്. ഇതിനെ കൊണ്ട് ഇതാക്കിയ വേഗം ഉണങ്ങുകയും ചെയ്യില്ല. ഒരു മാസം ആവും ഉണങ്ങണമെങ്കിൽ. ശങ്കം ഇങ്ങനെ തപ്പിപ്പിടിക്കാന്ന് പറഞ്ഞാൽ ഭയങ്കര ഈസിയുള്ള പരിപാടി ഒന്നും അല്ല. ഇങ്ങനെ മനസ്സിലാകണേ. ഇങ്ങനെ വലിക്കും. സൗണ്ട് കെട്ടുമ്പോൾ എന്തൊക്കെ അവിടെ ചുള്ളി വെക്കാം. ഇവിടെ ഉണ്ട്. ചെറുതാണ് ഗൈസ്. വലിയ സൈസ്
രണ്ടാള് നല്ല തപ്പലാണ്. മമ്മദിന്റെ അവിടെ എന്തോ ഉണ്ട് എന്നാ പറഞ്ഞേ. എന്താടാ മമ്മദേ? കല്ലാ? കല്ലിൽ തട്ടിയാൽ അതേ സൗണ്ട് തന്നെ ഉണ്ടാവും. സാധനണ്ടാ? അതാ കിട്ടിയിട്ടാ. പൂണ്ട് പോന്നടാ. ഇതാ ഇവിടെ വീടും തോന്നുന്നുണ്ട്. വലിയ സാധനം എന്തോ ഒന്നുകൂടി ഉണ്ട്. എന്തോന്നാ? ചിരട്ടന്ന് തെറ്റിദ്ധരിച്ച്. വാ വാ വാ, നമുക്ക് അടുത്ത സൈറ്റിൽ പോവാം. വീട് വലിയ സൈസ് ഒന്നും കിട്ടില്ല. പൂണ്ട് പോന്നടാ. അപ്പുറം ഇപ്പഴൊന്നും ബലം കൊടുക്കല്ലേ. എല്ലാം കേറിയാ മതി. അവിടുന്ന് മാറി അപ്പുറം പോ. എന്നാലേ മണിക്ക് വരാൻ കഴിയും. ഇവിടെ കുറച്ച് സീനാണ്. ഇവിടുന്ന് ഭയങ്കര പൂണ്ട് പോന്നു കാല്. ഇവിടെ നിക്കാൻ കഴിയുന്നില്ല. കാല് ഫുള്ള് കറുപ്പളറായിട്ടാ. കുറെ കിട്ടി നമുക്ക്. നമുക്ക് ഇപ്പൊ ഇവിടെ നിന്ന് കിട്ടിയതാണ് ഇത്. നമുക്ക് അടുത്ത ഇതിലേക്ക് പോയി നോക്കാം. ലാസ്റ്റ് ആണ്. ഇരുടായി, ഏകദേശമായി ഇരുടായി. സൂര്യനൊന്നും കാണുന്നില്ല, സൂര്യനെല്ലാം പോയിന്ന്. ആദ്യം നമ്മളിത് അപ്പുറത്തെ കരയിന്ന് വന്നതാ. അവിടെയാണ് നമ്മുടെ ലാഞ്ച്. അടുത്ത സ്പോട്ട് ഇങ്ങനെ എത്തിക്കോണ്ടിരിക്കുന്നു. ഇപ്പുറത്തേക്ക് വരാൻ കഴിയാത്തോണ്ടാണ്. ആടെ തന്നെ ഇറങ്ങിക്കോ അമ്മതേ. ആ ടോർച്ച് ഫുള്ള് കാണുന്നില്ല, ഇരുടായി. സാധനം ഉണ്ട്, ടോർച്ചുണ്ട്. ടോർച്ച് ഇട്ടിട്ട് അടുത്ത കളി. വെള്ളത്തിന്റെ മുകളിൽ തന്നെ സാധനം ഉണ്ട്. കത്തിയോടെ വെച്ചിനി തീയോടെ വെച്ചേ. ആ കൊട്ടഞ്ഞ് അടുത്തേ. എന്താ? സോറി ഗൈസ്, കല്ലായി പോയി. കല്ല കല്ല. ഇതിന്റെ ഉള്ളിലൊന്ന് കണ്ടി വീടിന്റെ അടുത്തിതാ. ഇതാണ് അവസ്ഥ. നിന്റെ നല്ല റിസ്ക്. അടിയിലോട്ടെല്ലാം പോകണം, റിസ്ക്കാണ്. അതിൻ്റെ അടുക്ക് ശങ്കിന്റെ ചവിട്ടും കിട്ടും. കണ്ട മുട്ടുമ്പോ കണ്ടിട്ടില്ല വെള്ളം പോകുന്നത് അതിൻ്റെ ഉള്ളിൽ നിന്ന്. അതിനൊന്ന് ജീവനുണ്ട്. മറ്റേ ചക്ക അതിൻ്റെ ഉള്ളിൽ നിന്ന് പിടിക്കുന്നുണ്ട്. എന്താ ഉള്ളേ? ആ ഇതാ ഇങ്ങനെ സാധനം ഉണ്ടാ. ശങ്കിനെ പേ കാണൂ. ഇത് സാധനം ഇതാ. ഒന്നിതാ, രണ്ടാമത്തെ ഇങ്ങോട്ട് ചേർന്നാ. പിന്നെ ഇത് വേരിൻ്റെ ഉള്ളിൽ ഇതാ. എൻ്റെ ഉള്ളിൽ പോയി. ടോട്ടലി 3 എണ്ണം മേലിൽ തന്നെ ഉണ്ടായിടാ. അപ്പം അടിയിൽ ഇഷ്ടം പോലെ ഉണ്ടാവും. ഇഷ്ടം
പോലെ ഉണ്ട്. അവിടെ കുറേ ഉണ്ട് എന്നാ പറയുന്നത്. അങ്ങോട്ടേക്ക് പോകാൻ കഴിയില്ല. ഞാൻ തോണിയിൽ തന്നെ ഉള്ളത്. ഇതാണ് അവസ്ഥ. എണീച്ചിരിക്കാൻ കഴിയാത്ത അവസ്ഥ. ഏറെയിറ്റേ ഉള്ളൂ. അടുത്തേക്ക് ഇങ്ങനെ പോകണം. ഒരു ഗ്യാപ്പേ ഉള്ളൂ. ഡേഞ്ചർ പ്ലേസ്. ഞാനിത് അപ്പം രണ്ടാമത്തെ സ്പോട്ടിൽ വന്നിട്ടുള്ള മൂന്നാമത്തെ വാക്കത്തി എടുത്ത് ലോക്കാന്നല്ല ഇവിടെ അപ്പുറത്തേക്ക് വാങ്ങിയില്ല കെട്ടിട്ടുള്ളേ. മുട്ടെല്ലാം പോവും. കത്തി വിട്ടടാ. അവിടെ കണ്ടമാനുണ്ട് എന്നാണ് മമ്മത് പറയുന്നത്. കണ്ണും കണ്ടുകൂടെ ചവിടും കെട്ടൂടാ. വെക്ക് ഞാൻ അവൻ്റെ വീഡിയോ എടുത്തോളൂ. എന്താടാ തീ പിടിച്ചാടാ? അവൻ്റെ ഫ്ലാഷ് ആണല്ലേ? ഏത് ഫ്ലാഷാടാ? അവിടെ ഇല്ലിട്. ഇത് വീഡിയോ എടുക്കാനോ? ഒറ്റ എന്താ വലുതിട്ടിട്ടുള്ളൂ. കത്തി പോയി. അവിടെ എല്ലാം സാധനം ഉണ്ട്. പെറുക്കി പെറുക്കി എടുക്കല്. ഇത് പെറുക്കി എടുക്കല്, മറ്റേത് കുത്തി എടുക്കല്. കൈ അതിൻ്റെ തന്നെ അല്ല പോകുന്നത്. കോട്ടയം ഫുള്ളാവല്ല. ഇതാ ഈ ബിയർ ഉപ്പിന്റെ സൈഡ് ഇതാ കുത്തൊക്കെ ആവല്ലേ. അപ്പുറം സാമൂഹ്യ ദ്രോഹികളല്ല, ഇത് പാലത്തിന്റെ മുകളിൽ ചാടിയിട്ട് ഇവിടെ വന്നിട്ട് അടിയുന്നു. കണ്ണെല്ലാം ശ്രദ്ധിക്കണേ, ഫുള്ള് കൊള്ളിയാം. മുകളിലേക്ക് വെക്കുന്നില്ലേ? മുകളിൽ ഇതാവസ്ഥ. ഇതാവസ്ഥ ഗൾഫിലത്തെ ജയില്. നേരെ അടിച്ചിട്ട് കണ്ണാണില്ല. ഏടെ നോക്കിയാലും ബിയറിന്റെ കുപ്പിയോ അളമ്പൊക്കെയോ. അളമ്പൊക്കെയല്ല കൂർക്ക. ഇത് ഈ ഗ്യാപ്പിലുണ്ട് സാധനം. ദ ബിഗസ്റ്റ് ക്ലൈം കൂർക്ക ഹണ്ടിങ്. കൂർക്ക കയ്യൂല. ഇത് പെട്ടെന്നൊന്നും കാണൂല നമുക്ക്. ഒന്നാമത് രാത്രി. ഇതാട് ഇടിതാടാ. ഈ ഫ്ലാഷ് ഓഫ് ആക്കിയോ? നായിക്ക് കാണിച്ചു തരാം. ആ സമയത്തിന് രണ്ടാക്കി രണ്ടെണ്ണം എടുക്കാം. ഇവിടെ ഉണ്ട് ഗൈസ്. അമ്മത് റിസ്ക് എടുത്തിട്ടല്ലേ ഇട്ടിക്കുന്നുണ്ട് വേരിൻ്റെ ഉള്ളിൽ നിന്ന്. ജാടി ഇതെടുക്കാൻ കഴിയോ? ഇവിടെ എടാ ഇടത്തേക്ക് അതിനെ കൊണ്ട് എടുക്കാൻ കഴിയില്ല. എനിക്ക് ഫ്ലാഷ് ഫോണിങ്ങനെ പിടിച്ചോണ്ട്. ഇതാ ചപ്പിൻ്റെ ഇടയിലാണ് കൈസ് പൊളിഞ്ഞിരിക്കുന്നത്. ആൾക്കാർ കുറവുള്ള സ്ഥലത്ത് ഈ സാധനമുള്ള പൊറുക്കി പൊറുക്കി ഇതാ കൊട്ടെന്ന് അറിയാനായി. അല്ല കൊട്ടയിൽ കുറച്ചായി. പിന്നെ നല്ല കാഴ്ച ശക്തി വേണം. അമ്മതിന്റെ കണ്ണിന്റെ പവറേ. രണ്ട് കണ്ണുണ്ട്. ആ ഫ്ലാഷ് അടിച്ചു കൊടുക്കല്.
ഡേ വന്നത് അപ്പടാ അത് മടിയനാണ് ഗൈസ് സുഖമായിട്ട് തോണിയിരിക്കുന്നുണ്ടോ. അങ്ങോട്ട് മൂന്നാൾക്ക് നിൽക്കാനുള്ള ഒരാൾക്ക് വരുത്താനുള്ള സ്ഥലമേ ഉള്ളൂ. അല്ലാണ്ട് മടി കൊണ്ടൊന്നല്ല ആളിനും. കത്തി എവിടെ? കത്തി നോക്കേ, കത്തി എവിടെ വെച്ച്? അങ്ങോട്ടല്ല വെച്ചേ. നെക്സ്റ്റ് സ്പോട്ടിൽ പോകാൻ നോക്കുന്നുണ്ട്. കയ്യോന്ന് അറിയില്ല. കോട്ടയിലേക്ക് കയറുന്നു കേട്ടോ. കാട് വെട്ടിത്തൈക്ക് എന്തേലും ഉണ്ട്. എന്താണ് ഒറ്റക്ക് വൈ വെട്ടി വന്നവനാടാ. വൈയും വെട്ടി വന്നിട്ടൊന്നും കാണുന്നില്ല ഗൈസ്. കണ്ട് സാധനം കണ്ട് ഗൈസ്. ഒന്ന് കിട്ടി. 2, 3, 4, 5, 6 കാണുന്നുണ്ടായി വേരിൻ്റെ അടുത്ത്. ഒരവസ്ഥ അതിൻ്റെ ഉള്ളിലെല്ലാം ഉണ്ട്. അതായത് ഇത് മറ്റേ ഇവൻ പറഞ്ഞ പോലെ അല്ല, സുരാജ് പറഞ്ഞ പോലെ എന്ത് അറിയുന്നവർക്ക് ഈസി, അറിയാത്തവർക്ക് കഷ്ടപ്പാട്. നമുക്കറിയില്ല. അമ്മ ഇത് ആദ്യമായിട്ട് എടുക്കാൻ പോകുന്നത്. ഇന്നലെ മുതലാണ് തപ്പാൻ തുടങ്ങിയത്. ഇന്ന് വെറുതെ വീഡിയോ എടുക്കാൻ വെച്ച്. കേസ് ഇവിടെ ഫുള്ളാണ്. പക്ഷെ അതിൻ്റെ ഉള്ളിലേക്ക് പോകാൻ കഴിയുന്നില്ല. ഫുള്ള് മരം. ഇതാ ഇവിടെ ഇതെവിടെയൊക്കെ നോക്കിയാ ചാക്കെല്ലാം ആൾക്കാർ വേസ്റ്റ് ഇട്ടിട്ട് ഇതിൻ്റെയൊക്കെ ഇടയിലാണ് വന്ന് നിൽക്കുന്നത്. ഫുള്ളാണ് ഈ വേരിൻ്റെ ഉള്ളിൽ. വല്ല സാധനം ഇതിൻ്റെ ഉള്ളിൽ. എടാ കൊട്ട ഇങ്ങോട്ട് തരോ? ഇവിടുന്ന് തന്നെ പൊറക്കിയാൽ കൊട്ട പറയും. അവരവിടെ ഉള്ളേ. കൊട്ടയും കൊണ്ട് പോവാ. ഡേഞ്ചറാണേ മുത്തേ. കണ്ണ് നോക്കുമ്പോൾ ചെവിട് നോക്കുക, കണ്ണ് നോക്കുക. കൊട്ട കിട്ടി ഗൈസ്. കൊട്ട വന്നില്ല, കാലിക്കൊട്ടി എടുത്തിട്ട് വന്ന ഒരു കത്തി മാത്രമേ സാനിത. ഇഷ്ടം പോലെ എന്ന് പറഞ്ഞാൽ ഇഷ്ടം പോലെ. വേരിൻ്റെ ഉള്ളിൽ ഫുള്ള് അല്ല ഫുള്ള്. ഇവിടെ സീന്. ഇല്ലാടെ എനിക്ക് എന്തായാലും നിൽക്കാൻ കഴിയില്ല. കാരണം നമുക്ക് തന്നെ മണങ്ങിയിട്ട് നിൽക്കാൻ കഴിയില്ല. വെല്ലുവിളി എന്ന് പറഞ്ഞാൽ ഈ ചെടീൻ്റെ കൊമ്പും ഇതല്ല. ഇതോക്ക് ഇതിൻ്റെ ഉള്ളിൽ സാധനത്തിന് പണ്ണോ കാണിച്ചുതരാം. മുകളിൽ കയറി സൈസ് വലുതാണല്ലേ. ഒരു കക്കൻ്റെ പണ്ണാണ്. ഇതിന് ഈ ഗ്യാപ്പ് കയറി ഇവന്മാർക്ക് പുറത്തുനിന്ന് ഇറങ്ങണ്ടേ. ഇതാ പെറുക്കി ഇത്രയായി. എടുത്തെടുത്തിടേ. ഇതുണ്ട വേരിൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ ഇപ്പറുണ്ടോ? ഇപ്പറില്ല. ഉണ്ട്. എൻ്റെ മുത്തേ ഫുൾ സാധനം. മരത്തിൻ്റെ വേരിൻ്റെ ഉള്ളിലാണുള്ളേ മൊത്തത്തിൽ. നല്ല കത്തിയ അവിടെ എത്തിക്കണ്ട. അതല്ല ഇഷ്ടം. നമുക്ക് കല്ലേതാ കുറുക്കേതൊന്നും തിരിയാണെന്നില്ലല്ലോ. ഒരു ശല്യമുണ്ട് അവിടെ. ഇതാ ഇവിടെ ഇതാ.
ചെറിയത്. ഇതാണ് അവസ്ഥ ഗൈസ്. ഇതാണ് അവസ്ഥ എന്ന് പറഞ്ഞാൽ ഇതെല്ലാം കൂർക്കയാണ്. ഇവിടെ കേൾക്കുന്നുണ്ടോ? എവിടെ നോക്കിയാലും കൂർക്ക കൂർക്ക. ഇളമ്പക്ക ഇവിടെ ഫുള്ള് കാണുന്നുണ്ടോ. പക്ഷേ എൻ്റെ കൈമിൽ 2 എണ്ണം പിടിക്കാനേ ഉള്ളൂ. പാസ് ചെയ്യോ നീ? അടുത്തരാ. ഇതാ ഒരു കയ്യിൽ ഫോണും ഒരു കയ്യിൽ കത്തില്ല. അതിലില്ല. കല്ലടത്തുന്ന പോലെ കൂറുക്കടത്തുന്നത്. പാസ് ചെയ്ത് കൊട്ടയിലേക്ക്. എടാ വരം പിടിച്ച് കളിക്കും. അവിടെ ഇങ്ങോട്ടല്ലേ ബെൽറ്റ് ഉണ്ടാവും. ഒന്ന് വെറുതെ കത്തി വലിച്ചു നോക്കിയാ. ഇവിടെയൊക്കെ ഫുള്ളുണ്ട് ഗൈസ്. എവിടെ നോക്കിയാലും ബീറുപ്യം. നോ എടാ നണ്ട്. കത്തിനെ കൊണ്ട് കുത്തി പിടിക്കണ്ടേരോ? ഇല്ല, പണ്ണുള്ളതുണ്ട് കത്തി. പക്ഷേ മിസ്സാകുമെന്ന് തോന്നുന്നു. ഒരു നണ്ടിനെ കണ്ട് വീഡിയോ എടുത്തിട്ടുണ്ടല്ലേ. സ്വച്ഛമായിട്ടിട്ട് പോകാനും ചാൻസ് ഉണ്ട്. പണ്ണുള്ള റെഡാണ് വളത്തിൽ. ഇല്ല എടാ ജോഡി 2 എണ്ണോ. അതിൻ്റെ അടിയിൽ വേറെതുണ്ട്. തോണിയിൽ കോരിയുണ്ടോ? കൊണ്ടൊന്നും കിട്ടൂല. ജോഡിയായിട്ടുള്ളേ. ഒരാൾ മെല്ലെ വാ, എൻ്റെ വീഡിയോ എടുക്കാൻ വാ. ഞാൻ കൊട്ടയിലില്ല, മൊത്തം തട്ട് അതിൽ കൊട്ടയിലേക്ക് ആക്കാം. ഇതാണ് കേസ് നണ്ട്. പെണ്ണാന്ന് തോന്നുന്നു. കട്ടി അടിതോ അനങ്ങിയ ഹോൾസിലേക്ക്. ഹോൾസിൻ്റെ മുകളിൽ പൊന്തിയിട്ടാ ഉള്ളേ. വലുതൊന്നല്ല, 200 ഗ്രാം 300 ഗ്രാം ഉണ്ടാവും. അതിൻ്റെ അടിയിലൊരു ചെറുതുണ്ട്. സാധനം എന്ത് രണ്ട് ഉള്ളിലേക്ക് പോയി സൈസ്. 2 അവിടെ തന്നെ ഉണ്ട്. അത് ജോഡിയാണ്, അതുകൊണ്ട് അതിനെ പിടിക്കുന്നില്ല. പിടിക്കാൻ വിചാരിച്ചാൽ കിട്ടും, പക്ഷേ ജോഡിയായിട്ട് നിൽക്കുന്നത്. വളരെ ഒരു ഫാമിലി ആയിട്ട് പിടിക്കാം. ഹണ്ടിങ് എല്ലാം അവസാനിപ്പിച്ചു. ഇത് വയലെല്ലാം അവസാനിപ്പിച്ച് ഇപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ മീനെ വല പൊക്കാൻ പോകുന്നു. അവിടെ മീൻ തുള്ളിയിട്ടാ. മീൻ തുള്ളി തോണിയിലേക്ക് വന്നിട്ടാ. ഓ
നീ പോയി ജീവിച്ചോടാ, നിനക്ക് ഞാൻ ജീവൻ തന്നിരിക്കുന്നു, പോയി ജീവിച്ചോ. വല എത്തിയേ, നേരത്തെ പറഞ്ഞ വലൻ്റെ സ്പോട്ട് എത്തി. എങ്ങോട്ടേക്കാ ഉള്ളേ? അങ്ങോട്ടേക്കാ? എന്തോ പൊന്തിനട്ടാ വല നോക്കിയാ തോന്നുന്നു കണ്ടിട്ടുണ്ടാ ചാൻസ് ഉണ്ട്. ഉണ്ട് എന്നാ പറയുന്നു. ടോർച്ച് ഓഫ് ആയി പോയാ നല്ലല്ലോ വല പിരിഞ്ഞത്. ഒന്ന് വടിയാ, വടി പിടിങ്ങിയതോ. ഇതാണ് ഒരു മത്സ്യത്തൊഴിലാളികളുടെ കഷ്ടപ്പാട്. ഇതിലിങ്ങനെ കുടുങ്ങുമ്പോൾ നമുക്ക് ഓരോ കണ്ണി പൊട്ടിച്ചേ പറ്റൂ. അങ്ങനെ നമ്മുടെ വല കുറേ വേസ്റ്റാകും. സാധനത്തെ കിട്ടിയിട്ടുണ്ട്, ഒന്നേ കിട്ടിയില്ല. ഒന്ന് കാണിച്ചു കൊടുത്താ. റെഡാന്നല്ലേ? അമ്മതേ ഈ ബേക്ക് കയറുണ്ടോന്ന് എടുത്തരോ, ഫ്ലാഷ് അടിച്ചിട്ട് എടുക്കേ. ഇത് നമ്മൾ നേരത്തെ ഇട്ട് വെച്ച വലയാണ്. നമ്മളിപ്പം പൊന്തിച്ച് നോക്കിയതാണ്. ഇതിനെ രാവിലത്തേക്ക് വെച്ചാൽ ചിലപ്പോൾ അത് കണ്ണി മുറിച്ച് പോകാൻ ചാൻസും ഉണ്ട്. ഇതും കെട്ടുന്ന രീതിയാണ്. നമ്മളെ പല വീഡിയോയിലും ഉണ്ട് ഇത് കെട്ടുന്നത്. ജസ്റ്റ് ഇതൊന്നും കൂടി കാണിക്കുന്നേ ഉള്ളൂ. അപ്പം അത് ഓക്കെ. അടുത്തതുണ്ടോയെന്ന് നോക്കാനുള്ള പോക്കാണ്. ഉണ്ടായ ചാൻസ് ഉണ്ട്, ഇല്ലാതെയും ഇല്ല. കാരണം നമ്മൾ ഇപ്പം ഇട്ടതാണ് അതുപോലെ. നമ്മൾ രാവിലെ ഇത് പൊക്കല്. ആ കിട്ടി. ജോഡിയാ? ഓ, രണ്ടെണ്ണം ഉണ്ടാ. ഹണിമൂൺ കപ്പിൾസ് ഹണിമൂണിന് പോയതാ, പക്ഷേ വലയിൽ കുടുങ്ങിപ്പോയി. പിടിക്കാൻ പറ്റിയത് കടിക്കാൻ ചാൻസ് ഉണ്ട്. അറ്റാക്ക് ചെയ്യുന്നുണ്ട, രണ്ട് കാലും പൊന്തിച്ച്. മറ്റേതിന് കാലുണ്ടാ? താല ഇറക്കി വെച്ചിട്ടല്ലേ? മടക്കി വെച്ചിട്ടുള്ളൂ. അതേത് മൂട്? അമ്പാനി വൈബ് എന്നാ പറഞ്ഞ. ഏത് മൂടിയാ ഉള്ളേ? അതിൻ്റെ ഗണൻ്റെ കാല് പറിച്ചുള്ളത്. അത് ഗണുണ്ട്, ഒരു കാര്യം കൊണ്ട് നടക്കും. ഇങ്ങോട്ടേക്ക് വരുമ്പോ പറയണേ. നീ നോക്കിയോളൂ. അടിച്ച് അടുത്തതിനെ കിട്ടി. മിസ്സായിട്ടില്ല. ഒന്നാമത് നമ്മുടെ ടോർച്ചിന്റെ ചാർജ് തരണോണ്ട്
വലൻ്റെ ഇത് എങ്ങനെയുള്ളതെന്ന് തിരിയുന്നില്ല. ഇത് പച്ചയാന്ന് തോന്നുന്നു അല്ലേ? ചുവപ്പ് തന്നെ. പെണ്ണാന്ന് തോന്നല്ലേ കളർ കുറവ്. അല്ല ഇതാണ് കളർ. അതായത് വാട്ടർ ആയിട്ട് കുറച്ച് വരില്ല ചുവപ്പാകുമ്പോ, റെഡ് ആകുമ്പോ കളർ കുറയും. നമുക്ക് കുടുങ്ങിയ പോലെ ഇതിങ്ങനെ പൊട്ടിച്ചെടുക്കലാണ്. അത് ടോർച്ചില്ലാത്തതുകൊണ്ട് മനസ്സിലാവില്ല. ടോർച്ചില്ലാത്തതുകൊണ്ട് ചെറിയ നേരെ കണ്ണിയായതുകൊണ്ട് എവിടെ കുടുങ്ങി എങ്ങനെ കുടുങ്ങിയെന്നൊന്നും മനസ്സിലാവില്ല. ഫോണിൻ്റെ ഫ്ലാഷിൻ്റെ ഇതിലൊന്നും കാണൂല, തിരിയൂല നമുക്ക്. മറ്റവർ റിലീസാക്കിയിട്ടുള്ളേ കാലിൻ്റെ ഇട അതിൻ്റെ മറ്റേ കാലും കൂടി ഇതാക്കിക്കൊണ്ട് അതിൻ്റെ കടി പേടിക്കണ്ട. കാലിൻ്റെ അടുക്കോട്ടില്ല പോകുന്നു. വല പൊന്തിക്കൊണ്ട് പുറത്തേക്ക് പോക്കാം. ഇതെല്ലാം നമ്മ കോട്ടയിൽ കഴുകിയിട്ട് ഇതാ ചാക്കിലാക്കിയിട്ടുണ്ട്. ഇതാണ് സൈസ്. വലിയ വലിയ സൈസിലുണ്ട്. വലിയ സൈസല്ല. ഒന്നെ ഏകദേശം ഒരു 1/4 കിലോന് വിലുണ്ട് അല്ലേ? 10 നല്ല വെയിറ്റ് ഉണ്ട് സാധനം. 40 കിലോ ഉണ്ട് നമുക്ക് കിട്ടിയത്. 40 കിലോന് വിലുണ്ട്. ഇതാ ചാക്കണ്ട ചെറുതിനായില്ല. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇതോടെ കഴിഞ്ഞ്. ഞാൻ അടുത്ത വീഡിയോ ആയിട്ട് നമ്മൾ വരുന്നതായിരിക്കും. ഇത് കുക്ക് ചെയ്തോണ്ട് ഇത് കുക്ക് ചെയ്യുന്ന വീഡിയോ വരുന്നുണ്ട്. അപ്പോൾ ഓക്കെ, എല്ലാവരോടും ടാറ്റാ ബൈ ബൈ, സീ യു.